ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ടു റസ്മീസ് ഫുഡ് ബുക്ക്. ഇന്ന് നമ്മളൊരു ചെറിയ ട്രാവലിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളൊരു കൊടൈക്കനാലിൽ പോകുന്നൊരു ട്രിപ്പിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇത്. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിപ്പം തൊടുപുഴയിൽ നിന്ന് കൊടൈക്കനാലിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് കുമളി വഴിയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൊടുപുഴ വഴി കുമളിക്ക് പോവുകയാണ് ആദ്യം. നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ തൊടുപുഴയിൽ നിന്ന് മൂലമറ്റം വഴിയാണ് നമ്മൾ കുമളിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സിറ്റിയുടെ ആ തിരക്കൊക്കെ ഒഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് കയറി ഇതുപോലെ പച്ചപ്പൊക്കെ നിറഞ്ഞ് പ്രകൃതി ആസ്വദിച്ച് പോകാൻ പറ്റിയവർക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റിയൊരു വഴിയായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് വണ്ടിയൊക്കെ നിർത്തി കുറച്ച് നിർത്തി അങ്ങനെ പോകാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ കുറച്ചധികം യാത്ര ഉള്ളതുപോലെ തോന്നി. പിന്നെ നമ്മൾ നേരെ വാഗമണ്ണാണ് ചെന്നെത്തുന്നത്. അവിടെ നിന്ന് നമ്മൾ കുമളിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനിടയ്ക്കൊക്കെ നമ്മൾ 1-2 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ചിലതൊക്കെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചായക്കടയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇറങ്ങി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എത്തി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ തോടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 കാപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മൂമ്മ നമുക്ക് കാപ്പിയൊക്കെ ഇട്ട് തരുവാണ്. അപ്പോൾ നമ്മളിവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ കടയിൽ ഒരുപാട് ചെറിയ നമ്മൾ പണ്ട് കഴിക്കുന്ന മിഠായികളൊക്കെ ഒരുപാട് തന്നെ ഉണ്ടായിരുന്നു. ഇതിന് ചുറ്റും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒക്കെ വീഡിയോ ഒക്കെ എടുക്കാനും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല രസമുള്ള സ്ഥലമായിരുന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് താഴെ കാണാനായിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചുമ്മാ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് തോടാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വെള്ളം കുറവാണ്. എങ്കിലും അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട്. വെള്ളത്തിന് നന്നായിട്ട് ഒഴുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇരുന്ന് കഴിക്കാനൊക്കെ നല്ല രസമാണ്. ഇതവിടെ മരത്തിൽ നിന്നും കണ്ട് വീണിട്ടുള്ള കോടംപുളിയാണ്. പഴുത്തിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു, പച്ച തന്നെയാണ്. അപ്പോൾ ചുമ്മാ കണ്ടപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മുടെ കാപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ ഒരു ചെറിയ തണുപ്പുണ്ട്. ആ ഒരു തണുപ്പിൽ നമുക്ക് ഈ ഒരു കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ അവിടെയുള്ള കുറേ മിഠായികളാണ്. എല്ലാത്തിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. അപ്പോൾ ഒരുപാട് നമ്മൾ പണ്ട് പെട്ടിക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന മിഠായികളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കണ്ടപ്പം എൻ്റെ വീഡിയോ എടുക്കാൻ തോന്നി. നാരങ്ങ മിഠായി ഉണ്ട്, കോല് മിഠായി ഉണ്ട്, തേൻ മിഠായി ഉണ്ട്. അങ്ങനെ ഒരുപാട് മിഠായികളുണ്ട്. എല്ലാത്തിൻ്റെ ഒന്നും പേരറിയത്തില്ല. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ അവിടുന്ന് 2 മിഠായിയൊക്കെ മേടിച്ചിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് മക്രോണിയും ഒന്ന് തേൻ കുടിക്കും. നമ്മുടെ ഇവിടെ ഇതിന് രണ്ടിനും പറയുന്ന പേരാണ്. ഒന്നിന് മക്രോണി, ഇത് മക്രോണിയും മറ്റേത് തേൻ കുടിക്കും. പലയിടത്തും പല പേരായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ആ പഴയ ടേസ്റ്റിൽ നമുക്ക് അതേപോലെ തന്നെ കിട്ടുന്ന 2 മിഠായികളാണ് ഇത് രണ്ടും. അപ്പോൾ ഇതിനൊക്കെ വേറെ തേൻ മിഠായി എന്നും പറയുമായിരിക്കും. മക്രോണിക്ക് എന്താ പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഏകദേശം നമ്മൾ വാഗമണ്ണൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. വണ്ടികളൊക്കെ നന്നേ കുറവായിരുന്നു. പക്ഷേ റോഡ് കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് നമുക്കങ്ങനെ സ്പീഡിനൊന്നും പോകാനായിട്ട് പറ്റില്ല. പതിയെ തന്നെ പോകാനായിട്ട് പറ്റുള്ളൂ.
പിന്നെ കുറച്ച് ആണ് വണ്ടികളുള്ളെങ്കിലും അത് വരുന്നത് ഭയങ്കര സ്പീഡിലായതുകൊണ്ട് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഈ ഒരു റൂട്ടിന് പോകുമ്പം. ആ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞത്ത് നല്ലൊരു തണുപ്പൊക്കെ അടിച്ച് പോകാനായിട്ട് നല്ല രസമുണ്ട്. അതുപോലെ അങ്ങനെ നമ്മൾ ഏകദേശം വാഗമൺ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ ഇതുപോലെ കുറച്ച് നേരം ഒന്ന് ഇറങ്ങി നിന്നിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇറങ്ങി നടന്ന് അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ വഴിയൊക്കെ തന്നെ തീരെ ആളുകൾ കുറവാണ്. 1-2 പേരൊക്കെ വല്ല നടന്നു പോകുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ 1-2 പേരൊക്കെ ഇങ്ങനെ വണ്ടിയിലും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും അവിടെയുള്ളൊരു തണുപ്പൊക്കെ കൂടി അങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് കുറേ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസ് ആയിരുന്നു അത്. നല്ല തണുത്ത കാറ്റൊക്കെ പതിയെ വീശുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങി കുറച്ച് നേരമൊക്കെ നിന്ന് പതിയെ പോകാനാണ് നല്ലത്. നമ്മളിങ്ങനെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ലേഡീസിന് പൊതുവേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊക്കെ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇറങ്ങണം കയറണം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ കാരണം നമ്മൾ പൊതുവേ മടിച്ച് ഇറങ്ങാണ്ടിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇറങ്ങിയൊക്കെ ഇങ്ങനെ നിൽക്കണം. എങ്കിലേ നമ്മൾ അത്രയും യാത്ര ചെയ്യുന്ന ഒരു മടുപ്പും ക്ഷീണമൊക്കെ മാറി കിട്ടുള്ളൂ. പൊതുവേ എനിക്കങ്ങനെ ഇറങ്ങാനും മടിയാണ്. യാത്ര ചെയ്യുമ്പോഴും ക്ഷീണം കൂടുതലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ട് കുറച്ച് നേരമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു യാത്രയിൽ നമുക്ക് ആ ഒരു ക്ഷീണവും മടുപ്പൊക്കെ തീരെ കുറവായിരുന്നു. ഇതുപോലെ ഓരോന്നൊക്കെ നമുക്ക് കണ്ണിന് നല്ല കുളിർമയുള്ള ഓരോ കാഴ്ചയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ക്ഷീണവും ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറുന്നുണ്ടാകും. പിന്നെ ഉറക്കമൊക്കെ വന്ന് നമുക്കൊന്നും കാണാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഓരോന്നൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. കണ്ടിന്യൂസ് യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും മടുപ്പ് തന്നെയായിരിക്കും നമുക്കുണ്ടാവുക. അങ്ങ് ദൂരെയായിട്ട് പൊട്ട് പോലെ കാണുന്നുണ്ടോ, അതൊക്കെ തേയില നുള്ളുന്ന ചേച്ചിമാരാണ്. അടുത്തങ്ങ് കാണാനില്ല, അങ്ങ് ദൂരെയായിരുന്നു കാണാനുണ്ടായിരുന്നത്. വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്ഷീണമൊക്കെ വലുതായിട്ട് അങ്ങ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കുമളി ബോർഡർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലോവർ ക്യാമ്പ് ചുറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോവർ ക്യാമ്പ് കഴിയുന്നത് വരെ ഇങ്ങനെ ചുറ്റലും ഇറക്കവും തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു വഴിയാണിത്. ഒരുപാട് വണ്ടികൾ മുന്നേയും പിറകിലൊക്കെ ഉണ്ട്. അതിലുപരി ഒരുപാട് ബസ്സുകൾ ഇതിലേ വരും. ശ്രദ്ധിച്ചപ്പോൾ നമ്മളിങ്ങനെ പോകണം. അപ്പോഴാണ് നമ്മൾ കണ്ടത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വെള്ളം പോകുന്ന ആ ഒരു വലിയ പൈപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 വലിയ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് കേട്ടിട്ടുള്ളൂ, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി വരുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ലോവർ ക്യാമ്പ് കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡ് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയുള്ള അത്യാവശ്യം റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. നമ്മുടെ നാട്ടിലേക്കാളും കുറച്ചുകൂടി നന്നായിട്ടുള്ള റോഡുകളാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ ഒന്ന് കടന്നു പോകാനായിട്ട് പറ്റും. നമ്മൾ ഇത്ര നേരം വന്ന് കുറച്ച് പതിയെയായിരുന്നു വന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്നൊക്കെ പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഒരുപാട് കൃഷികളാണ് 2 സൈഡിലും നമുക്ക് കൂടുതലും കാണാനുള്ളത്. തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ ഒരുപാട് കൃഷിയുണ്ടല്ലോ. നമുക്ക് ഇവിടെ നിന്നാണല്ലോ പലതും അങ്ങോട്ടേക്ക് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരുപാട് തെങ്ങുകൾ, പൂക്കളുടെ കൃഷി, അങ്ങനെ ഒരുപാട് കൃഷികളാണ് നമുക്ക് ഈ 2 സൈഡിലും പോകുന്ന വഴിക്കൊക്കെ കാണാനായിട്ട് ഉണ്ടായിരുന്നത്. വീണ്ടും ഒരു കട കണ്ടപ്പോൾ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചായയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റാനായിട്ട്, കുറച്ച് നേരം ഒന്ന് നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഹൈവേക്ക് അടുത്ത് തന്നെയുള്ളൊരു ചെറിയ ചായക്കടയായിരുന്നു. വൈകിട്ട് ഏകദേശം ഒരു 5 മണിയോടൊക്കെ അടുത്താണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമുക്ക് ഒത്തിരി ദൂരം പോകാനൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഇവിടെയും കുറച്ച് നേരമൊക്കെ നിന്ന് ഇതുപോലെ ഒന്ന് നടന്നിട്ടൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ രാത്രി കുറച്ച് വൈകിയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈകാണ്ടിരിക്കാനായിട്ട് മാക്സിമം നേരത്തെ നമ്മൾ പോകാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കുറച്ച് ലേറ്റായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ രാത്രിയായപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒന്നും പ്രത്യേകിച്ച് കാണാനുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടികൾ പോകുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സിറ്റി വഴി പോകുമ്പം അങ്ങനെ ഒരുപാടൊന്നും കാണാനായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പോയ വഴിയും കുറച്ച് പാടായിരുന്നു, കുറച്ച് ഇരുട്ടായിട്ടുള്ള വഴിയായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. തീരെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് കഴിക്കാമെന്ന് ഓർത്തപ്പോൾ ലേറ്റ് ആവുമല്ലോ എന്ന് ഓർത്ത് ഒരു കടയിൽ കയറി പിന്നെ ദോശയും ചട്നിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തമിഴ്നാട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ നേരവും നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ദോശ, ഇഡലി ആ ഒരു ഇത് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേറെയും കിട്ടുമോയെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ചോദിച്ച സമയത്തെല്ലാം എപ്പോഴും ദോശയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ രാത്രി ആയതുകൊണ്ട് നമ്മൾ ദോശ ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദോശയും ഓംലെറ്റും ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സ്ഥലം വിടുകയാണ്. കാരണം നമ്മൾ ഒരു 8 മണിയോ 8:30 ആയപ്പോഴാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് യാത്ര ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞ പോലെ കുറച്ച് ലേറ്റായിട്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ പിന്നെ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ RK ഹിൽ വ്യൂവിലാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മുടെ റൂം. അത്യാവശ്യം നല്ലൊരു റൂം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് അത്രയും തണുപ്പുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റൂമിൽ കയറിയപ്പോഴാണ് നല്ല തണുപ്പായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു നമ്മൾ പോയ സമയത്ത്. നമ്മൾ പകലൊക്കെ വെളിയിലിറങ്ങുമ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. ഏതായാലും 1 മാസം മുന്നേ ഉള്ള വീഡിയോ ആണ് ശരിക്കും ഇത്. നമ്മളിത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പോയപ്പോൾ നല്ല ക്ലൈമറ്റായിരുന്നു. നമുക്ക് നല്ല തണുപ്പത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ആ ഒരു സമയം. ഇനി നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് വൈകിയായിരുന്നു എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നേരം അവിടെ റൂമിലൊക്കെ നിന്ന് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടൊക്കെ പോയ സമയത്ത് ഏകദേശം ഒരു 10:30-11 മണിക്കാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മൾ കിടന്നിട്ടുള്ള റൂമിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, എടുത്താലൊന്നും കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മളിനി രാവിലെ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് കറങ്ങാനൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്ക് പോകണം. അപ്പോൾ സിറ്റി മെയിൻ കൊടൈക്കനാൽ സിറ്റിയിൽ നിന്ന് കുറച്ചൊരു 100 മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ റൂം ഉള്ളത്. നമുക്ക് നടന്നു പോകാനേ ഫുഡൊക്കെ പോകാനേ ഉള്ളൂ. പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ നമ്മൾ ഓരോന്ന് കാണാനൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് കൊടൈക്കനാൽ മെയിൻ സിറ്റി വരുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഓരോ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടതുള്ളത്. അപ്പോൾ ഈ കാണുന്ന ആ സൈഡിൽ മൊത്തം ചെറിയ ചെറിയ കടകളാണ്, കൂടുതലും ചായക്കടകളും അങ്ങനെ ചെറിയ പലഹാരങ്ങളൊക്കെ കിട്ടുന്ന കട. ഈ ഒരു സൈഡിലായിട്ട് 2-3 ഹോട്ടലുകളൊക്കെ വരുന്നുണ്ട്. അതാണ് അവിടെയുള്ള നമുക്ക് അത്യാവശ്യം നല്ലതെന്നുള്ള രീതിയിൽ കയറാൻ പറ്റിയ ഹോട്ടൽ. അപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ആദ്യം നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു, റഹ്മാനി അങ്ങനെ എന്തോ ആയിരുന്നു പേര്. അവിടുത്തെ സർവീസ് തീരെ മോശമായിരുന്നു. നമ്മൾ പോയിട്ട് നമുക്ക് ഫുഡ് ഓർഡർ എടുക്കാൻ പോലും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് വേറൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്.
അപ്പം നമുക്ക് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ രാവിലെ ഒന്നും ഫുഡൊന്നും കാണില്ല. എപ്പോഴും ദോശ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ ദോശയും ഇഡലി അങ്ങനെ എന്തെങ്കിലും കാണുള്ളൂ. അതിൻ്റെ കൂടെ ഒരു ദോശയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വരുന്നത് പൊടിദോശയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫുഡും, എന്ത് ഫുഡാണെങ്കിലും, ഈ നൂഡിൽസ് പോലും നമുക്ക് വാഴയിലയിലാണ് അവർ സെർവ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇത് പൊടിദോശയാണ്. പൊടിദോശ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് അതിനകത്തൊന്നുമില്ല. പ്ലെയിൻ ദോശയിൽ മുളക് പൊടി ഇങ്ങനെ തൂവി തരുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുളക് പൊടി കുറച്ച് മതി എങ്ങനെ പറയാം, കുറച്ച് സ്പൈസി ആയിരുന്നു, എങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല. കുറച്ച് ചൂടാറി കഴിക്കുമ്പോൾ നമുക്ക് മുളക് പൊടിയുടെ ടേസ്റ്റ് എടുത്ത് വെക്കും. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു ഫുഡൊക്കെ. ഒരുപാട് നല്ല അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു അവിടെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലം അടുത്തുള്ളത് പോകാൻ നോക്കിയപ്പോൾ നമുക്ക് അടുത്തുള്ളത് കാണിച്ചത് റോസ് ഗാർഡൻ ആയിരുന്നു. തൊട്ടടുത്തല്ല എങ്കിലും വളരെ പെട്ടെന്ന് ചെല്ലാൻ പറ്റിയത് റോസ് ഗാർഡൻ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കൊടൈക്കനാൽ നമ്മൾ എവിടെയൊക്കെ പോകണമെന്നൊന്നും മെയിനായിട്ട് പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലത്തൊക്കെ പോയപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഒരു 5 മണി ടൈമിലൊക്കെ പല സ്ഥലത്തും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിനൊക്കെ പോകേണ്ട സ്ഥലമൊക്കെ വന്നപ്പോൾ അവിടെ 5 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എത്തിയത്. അപ്പം സ്ഥലം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ പോകുന്നതൊക്കെ ടൈം വെറുതെ വേസ്റ്റ് ആവും. അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മുന്നേ പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് എവിടെയൊക്കെ പോകണം, പ്ലേസൊക്കെ അതൊക്കെ മുന്നേ നോക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി സ്ഥലത്തൊക്കെ പോകാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം നമ്മൾ എല്ലായിടത്തും തന്നെ കവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും തലേന്ന് ഇന്ന് പോയ ദിവസം നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ കുറച്ച് താമസിച്ചാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് റോസ് ഗാർഡൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നിന്നകത്തോട്ട് കുറേ സ്പേസ് ഉണ്ട്. കുറേ പലതരം ചെടികളൊക്കെ നട്ടും അതുപോലെ പല ഷേപ്പിനൊക്കെ നമ്മൾ ചെടികളൊക്കെ വെട്ടി നിരത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് അങ്ങ് തിരക്കൊന്നുമില്ലായിരുന്നു. ഒരു ഉച്ച സമയമായിരുന്നു നമ്മൾ പോയിരുന്നത്. ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പം കുറച്ചുകൂടി നല്ല തിരക്കായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടു പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിലായിട്ട് റോസ് ഗാർഡൻ വെൽക്കം എന്നൊക്കെ ചെടികൾ കൊണ്ട് തന്നെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കളിക്കാനായിട്ടാണെങ്കിലും ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ നോക്കാനുള്ള പാടൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിപ്പം പലതരം റോസാ ചെടികളൊക്കെ നട്ടിട്ടുള്ളതാണ്, പല കളറിലുള്ള. അതുപോലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം പല മോഡലിലുള്ള പല ചെടികൾ പല കളറിലുള്ളതൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഫാമിലി ഫോട്ടോയോ അങ്ങനെ വേണമെങ്കിൽ ഫോട്ടോയൊക്കെ അവർ എടുത്തു തരും. അപ്പം തന്നെ പ്രിൻ്റൊക്കെ എടുത്തു തരും. റോസ് ഗാർഡനിൽ കൂടുതലായിട്ടും എല്ലാവരും വരുന്ന ഫോട്ടോസൊക്കെ കൂടുതൽ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളവിടെ പോകുമ്പം ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഫോട്ടോസും വീഡിയോസും ആയിരുന്നു കൂടുതൽ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു സ്പേസ് ഉണ്ട്. ഇങ്ങനെ പന്തൽ വിരിച്ചതുപോലെയൊക്കെയാണ് ഇവിടെ ചെടി ഇങ്ങനെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണാനും രസമുണ്ട്. നമുക്ക് ആ ഒരു സ്പേസിൽ തണലത്തോ ഇരിക്കാനൊക്കെ നല്ലതാണ്. ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പലരും റീൽസൊക്കെ എടുക്കുന്നവരും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നു കൂടുതലും റോസ് ഗാർഡനിലൊക്കെ വരുന്നത്. പിന്നെ ഒരു ഉച്ച സമയമായതുകൊണ്ട് തിരക്കും ഉണ്ടായിരുന്നില്ല. കപ്പിൾസാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ ഫാമിലിക്കൊക്കെ ഇരിക്കാനുള്ള സ്പേസ് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പം അങ്ങനെ ഉണ്ട്.
കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളെയൊക്കെ കളിക്കാനായിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു വിടാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നടക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. നമുക്ക് ചുമ്മാ ഈവനിങ് വാക്കിനൊക്കെ പോകുന്നവർക്ക് അങ്ങനെ നടന്നു പോകാനൊക്കെ ആയിട്ടുള്ള സ്പേസ്, ഒരുപാട് സ്പേസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കണ്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് താഴോട്ട് അങ്ങനെ പോകാനൊക്കെ ആയിട്ട് ഒരുപാട് വഴികളുണ്ട്. പിന്നെ ആ ഒരു സൈഡിൽ ഇപ്പോൾ നമ്മളൊരു കൂടാരം പോലെ കണ്ടത്, അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. താഴേക്കൊക്കെ വരുമ്പോഴും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു കാണുന്നത് ഡാമാണെന്ന് തോന്നുന്നു. കുറച്ച് അകലെയായിട്ട് ഈ റോസ് ഗാർഡനൊക്കെ കുറച്ച് അപ്പുറത്തായിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ റോസ് ഗാർഡൻ്റെ ടോപ്പിൽ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ്. അപ്പോൾ നമുക്ക് താഴേക്കൊക്കെ ഇറങ്ങി ചെല്ലാം. അവിടെ സ്റ്റെപ്പും വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ചെടികളൊക്കെ നട്ടും സൈഡിൽ കൂടെ ഉണ്ട്. അതുപോലെ നമുക്ക് തണലത്തിരിക്കാനൊക്കെ ഉള്ള സ്പേസും താഴെ അവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. റോസ് ഗാർഡനിലൂടെ തന്നെ നടക്കാനായിട്ട് നമുക്ക് കുറച്ചധികം സമയം വേണം. അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് റോസ് ഗാർഡന് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇനി നമ്മൾ അടുത്ത സ്പേസിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കാണിക്കാനുണ്ട്. ഗാർഡൻ്റെ താഴോട്ട് വരുമ്പം ഒരു സൈഡിലായിട്ട് ഇങ്ങനെ അരുവി പോലെയുണ്ട്. അതിനോട് ചേർന്ന് അവരെന്തോ ഇങ്ങനെ പണിതൊക്കെ വെച്ചേക്കുന്നതാണ്. കാണാനായിട്ട് നല്ല രസമുണ്ട്. അതിനോട് ചേർന്നൊരു അരുവിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓവറോൾ അവിടെ ഒരു നിന്ന് കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. അത് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്നതിൽ കുറച്ചും കൂടി രസമായിട്ട് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ താഴെയൊക്കെ വന്ന് കുറച്ച് അവിടെയൊക്കെ കണ്ടതിന് ശേഷം നമ്മളിനി തിരിച്ച് റോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങുകയാണ്. റോസ് ഗാർഡനിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ അടുത്ത പ്ലേസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് മഞ്ഞിറങ്ങി മൂടി കിടക്കുകയാണ്. ഇതിവിടെ അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു അമ്പലമാണ്. ഇതിൻ്റെ പേര് ഓർക്കുന്നില്ല. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു പ്ലേസായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സൂയിസൈഡ് പോയിൻറ്റിലേക്കായിരുന്നു. പക്ഷേ കുറച്ചൊന്ന് ഗൂഗിൾ മാപ്പിട്ട് പോയപ്പോൾ വഴിയൊന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോയിട്ട് നമ്മൾ തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പം നന്നായിട്ട് മഞ്ഞിറങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ നിന്ന് കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇതിപ്പോൾ കൊടൈക്കനാൽ സിറ്റിയാണ്. നമുക്കിവിടെ നിന്ന് അത് കാണാനായിട്ട് നന്നായിട്ട് പറ്റും. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ആൻറ്റിക് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ വുഡൻ ടൈപ്പുള്ള ഐറ്റംസും ഹോം ഡെക്കറൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കാണുമ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇവിടെ നിന്ന് കയറണം തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുന്ന നല്ല രസമുള്ളൊരു ഷോപ്പായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കയറി റേറ്റ് ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നല്ല റേറ്റ് കൂടുതലാണ്. നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനായിട്ട് തോന്നില്ല. കാരണം കയറുമ്പോൾ തന്നെ റേറ്റ് ചോദിക്കുമ്പം നമ്മുടെ നാട്ടിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ നോക്കുമ്പം ഒരുപാട് റേറ്റ് കൂടുതലാണ്. ടൂറിസ്റ്റുകളായതുകൊണ്ട് വാങ്ങിക്കുന്നുള്ളതുകൊണ്ട് അവർ നല്ല റേറ്റിനാണ് എല്ലാം വിൽക്കുന്നത്. പിന്നെ കാണാനൊക്കെ നല്ല രസമുണ്ട്. Cloth books, pencil books.
ഇതുപോലെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. റേറ്റ് നല്ല കൂടുതലായതുകൊണ്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇതൊക്കെ എന്താ ചെറിയ കൊട്ടയാണ്. ഈ ഒരു സൈഡിൽ വരുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഒന്ന് യൂസ് ആക്കിയ ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത്. അതും നല്ല റേറ്റ് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. ആയിരിക്കുന്നതൊക്കെ പോൺസിൻ്റെ ക്രീമിൻ്റെ ബോക്സാണ്. അതൊക്കെ സെയിൽ ചെയ്യാനായിട്ട് തന്നെ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ച ഐറ്റംസ് എല്ലാം ഒരു സൈഡിലുണ്ട്, അല്ലാണ്ട് പുതിയതായിട്ടുള്ളതും വേറെ ഉണ്ട്. കാണുമ്പോൾ നമുക്ക് എന്താണെങ്കിലും വാങ്ങിക്കാൻ തോന്നും. റേറ്റ് കേൾക്കുമ്പോൾ മാത്രം കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെ ഹാങ്ങിങ് ഐറ്റംസൊക്കെ കൂടുതൽ ഈ ഒരു സൈഡിലാണ് ഉള്ളത്. ബെല്ല ഐറ്റംസ് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പല മോഡലിലുള്ളതൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇതൊക്കെ കൊട്ടകളാണ്. ഇവിടെയും കുറച്ചൊക്കെ യൂസ് ആക്കിയ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതുപോലെ പേഴ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ട്രേകൾ, പിന്നെ ചെറിയ ചെറിയ ബോട്ടിലുകളുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതുപോലത്തെ ഷോപ്പ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാടുണ്ട്. ഇതുപോലത്തെ ഷോപ്പുകൾ കുറച്ച് സാധനമൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴാണ് അവരൊരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറഞ്ഞൊരു സാധനം കാണിച്ചത്. അപ്പോൾ നമ്മളത് എടുത്തു നോക്കിയപ്പോൾ നല്ല സൗണ്ടാണ്, നല്ല രസമാണത് കേൾക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോന്നപ്പോൾ നമ്മളൊരു ചായ കുടിക്കാനായിട്ട് നിർത്തിയതായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് താമസിച്ചായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ വിശക്കുന്നൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരുപാട് ടീ ഷോപ്പുകളുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പം അത് അവിടെ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു. വേറെയും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷോപ്പിൽ അവർക്കിടേതായിട്ടുള്ള അവിടുത്തെ കുറേ പൗഡറുകൾ, ഓയിലുകൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഇതവിടുത്തെ മസാല ടീ പൗഡറാണ്. നമ്മളവിടെ നിന്ന് കുടിച്ച ചായ നല്ലതായിരുന്നു. അപ്പം ആ സെയിം മസാല ടീ പൗഡറാന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് ബിരിയാണിയുടെ എല്ലാ സ്പൈസസും കൂടി ചേർന്നാണ്. അതിലൊരു സാധനം എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം ബിരിയാണി മസാലയിലൊക്കെ അത് ചേർത്താൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമായിട്ട് സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് മാത്രമായിട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഓർക്കുന്നില്ല. ഇത് ഫുള്ള് നമുക്ക് നമുക്ക് നാട്ടിൽ കിട്ടുന്ന തന്നെ സാധനമാണ്. ഇത് പിന്നെ അവിടുത്തെ കുറച്ച് സ്വീറ്റ്സാണ്. അത് നമ്മൾ പല അതും നമുക്ക് മിക്സായിട്ട് മേടിക്കാൻ കിട്ടും. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്നതാണ് സൂയിസൈഡ് പോയിന്റിലേക്ക്. അപ്പോൾ അതിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. രണ്ട് സൈഡിലും നിറച്ച് മരങ്ങളും അതിൽ നിറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. അപ്പം നല്ല ശബ്ദമാണ് അതിൽ പോകുമ്പോൾ കേൾക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുന്നേ സൂയിസൈഡ് പോയിന്റിലേക്ക് പോയപ്പോൾ വഴി തെറ്റിയോണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വന്ന് കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പം സൂയിസൈഡ് പോയിന്റ് പോവുകയാണ്. അവിടെയും ഇതുപോലെ നിറച്ച് കടകളാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമുക്ക് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ സൂയിസൈഡ് പോയിന്റിൽ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്നതിന് രണ്ട് സൈഡും ഇങ്ങനെ ഫുള്ള് കടകളാണ്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ, ചെറിയ പിള്ളേർക്കുള്ള ടോയ്സ്, സ്റ്റേഷനറി ഐറ്റംസ്, ബാഗുകൾ, അങ്ങനെ ഒരുപാട് പലതരം കടകളുണ്ട്. അപ്പോൾ കാണുമ്പോഴൊക്കെ നല്ല രസമാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ മിഠായി തെരുവിൽ പോയ പോലെയൊക്കെ, അത്രയും വലുതല്ലെങ്കിലും അതുപോലെയൊക്കെ തോന്നും കാണുമ്പം. നമ്മളിവിടെയും ഓരോന്നിനും റേറ്റൊക്കെ ചോദിച്ചപ്പം ഒരുപാട് റേറ്റ് കൂടുതലാണ് ഇവിടെ. ടൂറിസ്റ്റുകളായതുകൊണ്ട് ഉറപ്പായിട്ടും മേടിക്കും. കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നവർക്ക് നല്ല പാടായിരിക്കും. ഉറപ്പായിട്ടും നല്ല റേറ്റും ആയിരിക്കും. കുട്ടികൾ കരഞ്ഞ് എന്താണെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പോൾ ഇതുപോലെ കടയിലൊക്കെ കയറിയപ്പം ഡബിൾ ഇരട്ടിയാണ് റേറ്റൊക്കെ പറയുന്നത്. പിന്നെ റേറ്റ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഒന്നുമില്ല. റേറ്റ് ഭയങ്കര കൂടുതലും ക്വാളിറ്റി തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ തോന്നില്ല. ചില കടകളിലൊക്കെ ഇടയ്ക്കൊക്കെ കുറച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി നല്ല റേറ്റ് തന്നെയാണ് എല്ലാ സാധനത്തിനും.
നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് നല്ല രസമായിട്ട് തോന്നും. പക്ഷേ ക്വാളിറ്റി കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ സൂയിസൈഡ് പോയിൻ്റ് എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ഫുള്ള് കുരങ്ങന്മാരാണ്. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമ്മൾ സൈഡിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. പിന്നെ അവിടെ ഫുള്ള് ഗ്രില്ലിട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഒന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ലായിരുന്നു. പിന്നെ നമ്മൾ പുറത്തിറങ്ങി ഒരു ബജ്ജിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. കാരണം ഒരു 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നമുക്കെല്ലാം തന്നെ ക്ലോസ് ആക്കും. അതായത് ടൂറിസ്റ്റ് കേന്ദ്രമൊക്കെ ഒരുമാതിരി ക്ലോസ് ആക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ പോവുകയാണ് ചെയ്തത് അടുത്ത സ്ഥലത്തേക്ക്. അടുത്ത നമ്മൾ പില്ലർ റോക്ക് കാണാനായിട്ടായിരുന്നു പോയിരുന്നത്. അവിടെയൊക്കെ നല്ല ഒരുപാട് മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പോയ സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും പുറത്തേക്ക് ഇറക്കുമായിരുന്നു. അവരവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു സമയത്തേക്ക് ഞാനേ അകത്തേക്ക് കടത്തി വിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൂടെയായിരുന്നു എൻട്രി. ഇതിലൂടെ താഴേക്ക് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കുറേ നേരമൊക്കെ നമുക്ക് അങ്ങനെ ചുറ്റി കറങ്ങാനായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും പെട്ടെന്ന് ഇങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് കടകളാണുള്ളത്. ഇവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ പില്ലർ റോക്ക് ചെന്നപ്പോൾ നമുക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് പുറത്തൂടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്താണെങ്കിലും കുറേ നമുക്കിങ്ങനെ നടക്കാനുള്ള സ്പേസിനേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കോക്കേഴ്സ് വോക്കിലേക്കാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ സെയിം തന്നെ നമുക്ക് നടക്കാനുണ്ട്, ഒരുപാട് നടക്കാനുണ്ട്. അകത്തൂടെ ഇങ്ങനെ നടക്കാനായിട്ടാണുള്ളത്. കുറേ സ്ഥലത്തൊക്കെ നമുക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിലും 5 മണി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുമെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത്. അപ്പോൾ ശരിയായിരുന്നു. നമ്മൾ പില്ലർ റോക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ 5 മണി കഴിഞ്ഞ് ഇവിടെ അങ്ങനെ പറ്റില്ലെന്ന്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, നമ്മൾ പോയ ടൈമും ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ദിവസം പോകാനായിട്ടെടുത്തു, പിന്നെ ഒരു ദിവസം വരാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു 1:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തിരിച്ച് വരുന്ന ദിവസം നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ടും നമുക്കൊരു 1:30 ആയിട്ടാണ് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് വെളുപ്പിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങനെ കവർ ചെയ്യാം. അങ്ങനെ രാവിലെ വെളുപ്പിന് പോവുകയാണെങ്കിൽ നമുക്ക് തിരക്കും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞങ്ങൾ രാത്രി വന്ന വഴിയും ഇതുപോലെ 2 സൈഡും കാട് പോലെയുള്ള സ്ഥലമായിരുന്നു. അതായിരുന്നു നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാണ്ടിരുന്നത്. പിന്നെ വണ്ടികളും തീരെ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വണ്ടി എങ്ങാലും അങ്ങ് കണ്ടാലേ ഉള്ളൂ. പിന്നെ നമ്മൾ തന്നെ വേണം യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ പരമാവധി രാത്രി യാത്ര ഒഴിവാക്കിയിട്ട് കുറച്ച് നേരത്തെ പോകുന്നതാണ് നമുക്ക് നല്ലത്. നമുക്കറിയില്ലായിരുന്നു, പിന്നെ നമുക്ക് നേരത്തെ ഇറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നപ്പം ഈ കാട് പോലെയുള്ള സ്ഥലമൊക്കെ കുറച്ച് നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് അത് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതായത് ഒരു ദിവസം പോകാനും ഒരു ദിവസം വരാനും പിന്നെ ഒരു ദിവസം അവിടെ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു 2 ദിവസമൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടിയും കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെ എല്ലായിടത്തും ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ പില്ലർ റോക്ക് പോയിട്ട് തിരിച്ച് വരുന്നത് വരെ ഇന്നത്തെ വീഡിയോ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി കോക്കേഴ്സ് വോക്കൊക്കെ പോയി നമ്മൾ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിപ്പോയി വീഡിയോ. അതുകൊണ്ട് നമ്മളിതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് പോയതിൻ്റെ ബാക്കിയും അടുത്ത ദിവസത്തിൻ്റെയൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനിയും ബാക്കി വീഡിയോ ആയിട്ട് എത്തുന്നവരെ അസ്സലാമു അലൈക്കും.